ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു ജാപ്പനീസ് ഹൊറർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ റൂംമേറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇത്ര മാത്രമേ പറയാനുള്ളൂ. ക്ലൈമാക്സിൽ ഒരു ഒന്നൊന്നര ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവിടം വരെയും നമ്മൾ ഈ ഒരു മൂവി ഒരു വേറെ ലെവലിൽ ത്രില്ലടിപ്പിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അതെന്താണെന്ന് ഈ ഒരു മൂവി കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ അധികവും പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഒരു പഴയ ബിൽഡിങ്ങിൽ നിന്നും ഒരാണിൻ്റെയും പെണ്ണിൻ്റെ ശരീരം പോലീസുകാർ വന്നിട്ട് എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുമല്ലാതെ വെളിയിൽ നിൽക്കുന്ന ആ ഒരു പോലീസ് ചീഫിനോട് അകത്ത് മറ്റൊരാൾ മരിച്ചു കിടപ്പുണ്ടെന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ അതനുസരിച്ച് ആ ഒരു പോലീസുകാർ നേരെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാൻ കഴിയും. പലയിടങ്ങളിലും രക്തമെല്ലാം കിടക്കുന്നു. അതേസമയം തന്നെ നല്ല ഇരുട്ടാണ്. അപ്പോഴേക്കും ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ താഴെ ഒരാളെ അടിച്ചു കൊന്നിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ രക്തം ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അത് ഫോളോ ചെയ്തിട്ട് ഇവർ ആ ഒരു ടോർച്ച് അടിച്ച് കുറച്ച് മുന്നിലേക്ക് നോക്കുന്നതും ആഹാ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ ഒരാളെ കൊടൂരമായിട്ടുള്ള രീതിയിൽ കൊന്നു വെച്ചേക്കുന്നതാണ്. അങ്ങനെ ആ ഒരു പോലീസ് ചീഫാണെങ്കിലും ഇത് കണ്ടിട്ട് അന്തം വിട്ട് ആരുടെ ഇതുപോലെയെല്ലാം ചെയ്യുന്നേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ചീഫിന് പുറകിലെ ആരോ ഇങ്ങനെ നടന്നു പോകുന്നൊരു ശബ്ദം. ടോർച്ചടിച്ച് ആ ഒരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ചുവപ്പും വെള്ളയും കളറുള്ള ഒരു വസ്ത്രം ഇട്ടിട്ട് ഒരു ലേഡിയാണ് വെളിയിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും ചീഫ് പെട്ടെന്ന് പുറകെ വിട്ട് ഡേയ് ഹാർഡാതെന്ന് പറഞ്ഞ് ആ ഒരു ലേഡിയുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും അവളെ പിടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു പെണ്ണിനെ കിട്ടാത്തത് കൊണ്ട് അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്കും പെണ്ണിന് പകരമായിട്ട് ഈ ചീഫിന് ഒരു ഡയറി കിട്ടുന്നു താഴെ കിടന്നിട്ട്. അങ്ങനെ ആ ഒരു ഡയറി എടുത്ത് ചീഫ് ഇങ്ങനെ നോക്കുന്നതും ചീഫ് ഫോളോ ചെയ്ത് വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെണ്ണ് ഒളിഞ്ഞു നിന്ന് ഈ ഒരു കാര്യം കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ ആശുപത്രിയിലേക്ക് പോവാണ്. നേരത്തെ ആ ഒരു സ്ട്രക്ചറിൽ തൂക്കിക്കൊണ്ടുവന്ന രണ്ടുപേരുണ്ടല്ലോ, അവരാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആൻഡ് ഹീറോയിൻ. ഹീറോയിന്റെ പേര് സാറ. ഹീറോയിൻ ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. അതുപോലെ നമ്മുടെ സാറയുടെ കൂടെ തന്നെ റൂംമേറ്റ് ആയിട്ട് താമസിച്ച ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് രണ്ടുപേർക്കും ചെറിയ രീതിയിൽ എന്തോ ഒരു വഴക്കുണ്ടായതായിട്ടും പോലീസിനും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴേക്കും ഹീറോയിന്റെ ആ ഒരു റൂംമേറ്റ് ആരാണ്, ആ ഒരു പെണ്ണിന്റെ പേരെന്താണ്, ഇവർക്ക് തമ്മിലുള്ള ആ ഒരു പ്രശ്നം എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും പോലീസിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ചീഫ് ഈ അസിസ്റ്റന്റിനോട് പറയും ശരി അവളുടെ റൂംമേറ്റ് ആരാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോണ്ട് വാ എന്നിങ്ങനെ പറയുന്നതും ആശുപത്രിയിൽ മയങ്ങിക്കിടക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ചിട്ട് 3 മാസങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവം ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പോൾ പ്രസന്റിൽ എങ്ങനെയാണോ നമ്മുടെ ഹീറോയിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, അതേപോലെ തന്നെ 3 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയിൻ ഒരു കാർ ആക്സിഡന്റിൽ പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിൽ കിടക്കുമായിരുന്നു. അങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്ന നമ്മുടെ ഹീറോയിന് ഞാൻ ആരാണ്, എനിക്ക് എന്താ സംഭവിച്ചത്, ഇതിനു മുന്നേ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ആ ഒരു ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോഴേക്കും അവിടെ വന്നൊരു നേഴ്സാണ് നമ്മുടെ ഹീറോയിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നത്. അങ്ങനെ ഹീറോയിൻ ഈ ഒരു നേഴ്സോട് സംസാരിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഡോറിൻ്റെ അടുത്ത് മറ്റൊരു നേഴ്സ് നിന്നിട്ട് ഹീറോയിനോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ ശബ്ദത്തിലല്ല, പതിയെ സമാധാനത്തിൽ സൈലന്റ് ആയിട്ട് എന്തോ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഹീറോയിൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതേസമയം ആശുപത്രിക്ക് വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനെ ആ ഒരു കാർ കൊണ്ട് ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയത് നമ്മുടെ മൂവിയിലെ ഹീറോയാണ്. അതുപോലെ സാറയെ കാർ കൊണ്ട് ഇടിച്ചത് കൊണ്ട് തന്നെ അവനൊരു ഗിൽറ്റി ഫീലിംഗ്, അവനൊരു കുറ്റബോധം. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് ക്ഷമ ചോദിക്കാം. അതേപോലെ തന്നെ അവൻ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇൻഷുറൻസ് ഏജന്റിനെ കൂട്ടിയാണ് വരുന്നത്. കാരണം ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴത്തേക്കും ആ ഒരു ഇൻഷുറൻസ് പണമെങ്കിലും ഹീറോയിനെ ഒപ്പിച്ചു കൊടുക്കാം, അങ്ങനെയെങ്കിലും തൻ്റെ ആ ഒരു തെറ്റി തിരുത്താന്നുള്ള രീതിയിൽ ഹീറോ അവനെ കൂട്ടി നേരെ ആശുപത്രിയിലേക്ക് വരുന്നതും ഹീറോയിനെ കാണുമ്പോൾ തന്നെ ഹീറോ അവളെ ഇടിക്കാനായിട്ട് വരുന്ന ആ ഒരു സമയത്ത് അവിടെ കണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. അങ്ങനെ നമ്മുടെ സാറിയുടെ മുന്നിലേക്ക് വന്ന ഉടനെ തന്നെ ഹീറോ പെട്ടെന്ന് അവളോട് ക്ഷമ ചോദിക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പണം എല്ലാം ഞാൻ വാങ്ങിത്തരാം, പക്ഷെ അതിന് മുന്നേ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊന്നും പേടിക്കേണ്ട, പണമെല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടും, അത് കിട്ടുന്നത് വരെ ഞാനുമായിട്ടൊന്ന് കോണ്ടാക്റ്റിലുണ്ടാവണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ഏജന്റ് ആയാലും സാറിയോട് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു റൂം വിട്ട് വെളിയിൽ പോകുന്നത് വരെയും സാറയോട് ക്ഷമ ചോദിച്ചാണ് ഇവനെ പോകുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ആ ഒരു ഡോറിനടുത്തായിട്ട് നിന്ന നേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു നേഴ്സ് നമ്മുടെ സാറയുടെ ആ ഒരു പേഴ്സണൽ ഡയറി കൊണ്ടുവന്നിട്ട് ഹീറോയിനോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഹീറോയിൻ തൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം, അല്ല നിങ്ങൾ നേരത്തെ ആ ഒരു ഡോറിനടുത്ത് നിന്ന് എന്താ പറഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുന്നത്. ആ ഒരു നേഴ്സ് പറയും അത് വേറെ ഒന്നുമല്ല, നീ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് നിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിന് ആ ഒരു നേഴ്സിനോട് ചെറിയൊരു ഇഷ്ടവും തോന്നുന്നു. കാരണം തൻ്റെ മനസ്സിലുള്ള കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു നേഴ്സ് അവിടെ നിന്ന് പോകുന്നതും സാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഡയറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. സത്യത്തിൽ അത് സാറ സ്കൂളിൽ പഠിക്കുമ്പോൾ അവളും അവളുടെ അമ്മയും കൂടി ചേർന്നെടുത്തൊരു ഫോട്ടോയാണ്. പക്ഷെ അവരുടെ അമ്മയ്ക്ക് ആ ഒരു ഫോട്ടോയിൽ നല്ല സന്തോഷം ഉണ്ടെങ്കിലും സാറയ്ക്ക് അത്ര സന്തോഷമുള്ളതുപോലെയല്ല കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ജോലിയില്ല, പണമില്ല,
റൂം വാടകയെല്ലാം കൊടുക്കണം. ഇതെല്ലാം കാരണം വേറെ വഴിയില്ലാതെ സാറയുടെ അമ്മയെ അവളിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ ഇവൾക്ക് ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം അറിയുന്നതും ആ ഒരു അമ്മ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ട്, ഹേയ് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാനായിട്ട്, ഒറ്റയ്ക്ക് നീ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, നീ ഒരു ജോലിയും ചെയ്യണ്ട, ഇവിടെ തന്നെ വന്ന് നിന്നാൽ മതി എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ സാറയ്ക്ക് അവളുടെ അമ്മയോടൊപ്പം പോയി നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സാറ ഇവിടെ നിന്ന് ആ ഒരു സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു നേഴ്സ് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നേഴ്സിനെ എന്ത് തോന്നിയെന്തോന്ന് അറിയത്തില്ല. എന്തായാലും സാറയെ സഹായിക്കാന്നുള്ള രീതിയിലേ നേഴ്സ് സാറയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ല വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു നേഴ്സ് ജോലി വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് പോവും. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം വേറെ ഒന്നുമല്ല, ആ ഒരു സമയം വരെ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ റൂമിൽ വന്ന് താമസിച്ചോട്ടെ, വാടകയുടെ പാതി ഞാൻ കൊടുത്തോളാം. നിങ്ങൾക്കും പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, അതെനിക്കറിയാം, ഇതും കൂടി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന ഒരു നേഴ്സ് ഇങ്ങനെ പറയുന്നതും നമ്മുടെ സാറയ്ക്കാണെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു നേഴ്സിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ റൂംമേറ്റ് ആയിട്ട് നേഴ്സിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് എന്തായാലും ആ ഒരു നേഴ്സിനെ ലൂസി എന്ന് വിളിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയും ലൂസിയും സാറയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് താമസം തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ രണ്ടുപേരും നല്ല ഇതിൽ അടുക്കാൻ തുടങ്ങും, നല്ല ഫ്രണ്ട്സ് ആയിട്ട്. അതുപോലെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നത്, പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഡയറി തന്നെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പേഴ്സണൽ ഡയറിയാണ് നമ്മുടെ പോലീസ് ചീഫ് സ്റ്റാർട്ടിംഗ് സീനിലെ തറയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾക്കൊരു സാധനം ഇല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെ പല രീതിയിൽ ഇവർ നല്ല സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഇവർ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ മാറുകയാണ്. അതുമല്ലാതെ നമ്മുടെ സാറയ്ക്കാണെങ്കിൽ ഇപ്പോൾ ലൂസിയോട് അത്ര ഇഷ്ടം കൂടിയ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിലും സാറയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അതിന് പുറകെ കുറേ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ശരീരം വയ്യാത്ത നമ്മുടെ സാറയ്ക്ക് എപ്പോഴും അതിൻ്റെ പുറകെ നടക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്നും ലൂസി അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായിട്ട് ലൂസി ആ ഒരു ഇൻഷുറൻസ് ഏജന്റ് ഉണ്ടല്ലോ, അയാളിങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവിടേക്ക് വന്നിട്ട് പോലുമില്ല. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ലൂസി സാറയോട് പറഞ്ഞിട്ട് രണ്ടുപേരും റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് റോഡിന്റെ സൈഡിലായിട്ട് 2 ചെറിയ പെൺകുട്ടികള് ഒരു നായ്ക്കുട്ടീനെ വളർത്തുന്നത് നമ്മുടെ സാറ ഇങ്ങനെ കാണും. അപ്പൊ സാർ അത് കാണുന്നത് പെട്ടെന്ന് ലൂസിയോട് പറയും, ഹേയ് അതുപോലെ ഒരു നായ്ക്കുട്ടി നമുക്കുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും അല്ലേ എന്നിങ്ങനെ പറയുന്നതും അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല, വെറുതെയാണ് പറയുന്നത്. അപ്പോഴേക്കും ലൂസിയുടെ സ്വഭാവം അങ്ങ് മാറും. അവളുടെ ഉള്ളിലെ നാഗവല്ലി പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് നമ്മുടെ സാറയോട് പറയും, ഈ പെറ്റിനെയൊക്കെ വളർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്നാണോ? നീ അതിനെ നല്ലതുപോലെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചത്തുപോകും, അതൊക്കെ നിനക്കറിയോ എന്നെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ സൗണ്ടിന്റെ മോഡുലേഷൻ എല്ലാം മാറ്റി അങ്ങനെ സംസാരിക്കുന്നതും, ഷെടാ ഇവളിപ്പോ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് നമ്മുടെ സാറ് ആലോചിക്കുമ്പോൾ ഇത് കേട്ട ആ 2 പെൺകുട്ടികളുണ്ടല്ലോ, അവരായാലും നല്ല രീതിയിൽ പേടിച്ചു പോവും. അപ്പോഴേക്കും സാറ് പെട്ടെന്ന്, ഹേയ് നീ എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നതും ലൂസി പെട്ടെന്ന് അത്രയും നേരം സംസാരിച്ച രീതിയൊന്നുമില്ല, വീണ്ടും പഴയതുപോലെ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ സാധാ രീതിയിൽ തന്നെ സാറയോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇപ്പൊ ഇവൾ എന്താ ഇവിടെ കാണിച്ചതെന്ന് സാറയ്ക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറയും ലൂസിയും ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ലൂസിയെ കാണുന്നതിന് മുന്നേ തന്നെ മറ്റൊരു നേഴ്സിനെ സാറ കണ്ടിരുന്നല്ലോ. ആ ഒരു നേഴ്സും അവളുടെ ബോയ് ഫ്രണ്ടും ഈ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നത് സാറ കാണും. അപ്പൊ ഈ ഒരു കാര്യം കാണുന്നതും നമ്മുടെ ലൂസി ആണെങ്കിൽ അതൊരു വല്ലാത്ത രീതിയിൽ തന്നെ നോക്കിയിട്ട് അടുത്തത് ആ ഒരു നേഴ്സ് റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ലൂസിയും പുറകെ ചെന്നിട്ട് ആ ഒരു നേഴ്സ് വന്നിട്ട് ലൂസിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. കാരണം ആ ഒരു നേഴ്സിനെ ആൾറെഡി തന്നെ അറിയാലോ ലൂസി ആരാണെന്ന്. പക്ഷെ നമ്മുടെ ലൂസിയും സാറയാണ് ഹോട്ടലിൽ ഒരുമിച്ച് വന്നതെന്ന് ഈ ഒരു നേഴ്സിന് അറിയത്തില്ല. നേഴ്സ് പെട്ടെന്ന് ലൂസിയോട് ചോദിക്കും, അല്ല നീ ഒറ്റയ്ക്കാണോ വന്നേ അതോ ബോയ് ഫ്രണ്ടായിട്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ലൂസി പറയും, ഇല്ലല്ല ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് വന്നതെന്ന് പറയുന്നതും ആ ഒരു നേഴ്സ് പറയും, ഷേ എന്താ ഇത് ഒരു ബോയ് ഫ്രണ്ടൊന്നും ഇല്ലാതെ ജീവിതമൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണ്ടേ? ഇത് എന്നെ നോക്ക്, എനിക്ക് നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ ആയിരിക്കും എപ്പോഴും ഞാൻ എന്നെല്ലാം ആ ഒരു നേഴ്സ് കണ്ണാടിയിൽ നോക്കി ലൂസിയോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും ഇതുപോലെ മുന്നിലേക്ക് വന്നൊക്കെ നിൽക്കാണ് ലൂസി. പേടിച്ചു പോരുന്ന വിഷം. എന്നിട്ട് ഇതിനു മുന്നേ ആ ഒരു നായനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു മുഖം വരുന്നത് അതേപോലെ മുഖവും വെച്ചിട്ട് ഒരു വില്ലൻ ചിരി ഇങ്ങനെ ചിരിക്കുന്നതും നേഴ്സിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കുഴപ്പമില്ലാതിരുന്ന ഇവളിപ്പോൾ പെട്ടെന്ന് എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നേഴ്സ് പാതി അവിടെ നിന്നും എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ ലൂസിക്ക് ഒരു മാറ്റവും ഇല്ല, മുഖം അതേപോലെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നാട് രാത്രിയിൽ നമ്മുടെ ലൂസി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴേക്കും സാറ് അടുത്തേക്ക് ചെന്നിട്ട്, ഹേയ് ലൂസി നീ ആരോടാ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ലൂസി അതിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല. എന്തായിരിക്കും ഇവളുടെ പ്രശ്നം എന്ന് നമ്മുടെ സാറയ്ക്കും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം സാറ് നേരെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നത്. അതുപോലെ ഇതിന് മുന്നേ ആണെങ്കിൽ സാറയോട് ക്ഷമയെല്ലാം ചോദിച്ചതാണ്, പക്ഷെ അന്ന് നേരെ ചൊവ്വേ സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞ് സാറയോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും അവൾക്കും ഓക്കെ ആയിട്ട്
അവനോട് ഭയെല്ലാം പറഞ്ഞ് അവള് നേരെ വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്താണ് ഇടയ്ക്ക് വെച്ചിട്ട് രണ്ട് പെൺകുട്ടികൾ നായനെ വളർത്തി ആ റോഡിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൂസി ആണെങ്കിൽ അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ ഒരു രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ അവരുടെ നായയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ആ തെരുവിലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിക്കുകയാണ്. അതുമല്ല അതിലൊരു നോട്ടീസ് പേപ്പർ സാറയെ കാണുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ കൊടുക്കുന്നതും സാർ ഇത് വാങ്ങിയിട്ട് ഈ ഒരു നായനെ ഇനി പാരാ തട്ടിക്കൊണ്ടുപോയേ എന്നറിയാതെ അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൂസി അവിടെ കാണാനില്ല. പക്ഷെ അടുക്കളയിൽ അടുപ്പിൽ എന്തോ വെച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ തിളയ്ക്കുന്നു, നല്ല മണവുമുണ്ട്. സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു സിങ്കിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാ എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടികളെ തന്ന നോട്ടീസ് പേപ്പറിൽ ആ ഒരു നായ്ക്കുട്ടിയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. അതും ആ ഒരു നോട്ടീസ് പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിങ്കിൽ കാണിക്കുമ്പോഴത്തേക്കും അതേ നായ്ക്കുട്ടിയുടെ ആ ഒരു ബെൽറ്റ് ആ ഒരു സിങ്കിൽ കിടക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് രക്തവും. അങ്ങനെ ഇവള് പേടിച്ചിട്ട് ഇനി അടുപ്പിൽ എന്താണ് കുക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടി പതിയെ ചെന്ന് അത് തുറന്ന് നോക്കുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ ഒരു നായ്ക്കുട്ടിയുടെ തലയിട്ട് വേവിക്കുന്നു. ഇത് കാണുന്നത് നമ്മുടെ സാറ പേടിച്ചിട്ട് താഴേക്ക് ഒന്ന് വീഴുന്നതും റൂമിൽ എവിടെയോ നിന്ന് നമ്മുടെ ലൂസി പെട്ടെന്ന് അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് സാറ പെട്ടെന്ന് ഇടി പ്രാന്തി നീ എന്താ ചെയ്തെന്നുള്ള രീതിയിൽ അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ലൂസി ഒന്നും അറിയാത്തതുപോലെ പാത്രത്തിനടുത്തേക്ക് ചെന്നിട്ട് അയ്യോ ആരോ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഈ നായനെ കൊന്ന് ദേ അടുപ്പത്ത് വെച്ചേക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളൊന്നും അറിയാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴേക്കും സാറാ ഡേ നീ എന്തോ പറയുന്നേ, വീട്ടിലൊരാൾ മാത്രമേ ഉള്ളായിരുന്നു, വീട്ടിലെ ഡോർ ആണെങ്കിലും അടച്ചിട്ടിരിക്കുന്നു, അടുക്കളയിൽ ദേ ആ ഒരു നായ്ക്കുട്ടിയുടെ തലയിട്ട് വേവിക്കുന്നു, എന്നിട്ട് നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലൂസി പറയും ഓ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഞാനാണ് ചെയ്തതെന്നാണോ നീ പറയുന്നത്, അപ്പോൾ നീ എന്നെ തന്നെയാണ് സംശയിക്കുന്നതല്ലേ എന്നും പറഞ്ഞിട്ട് അവള് റൂട്ട് മാറ്റി ഇങ്ങനെ കൊണ്ടു പോകുന്നതും സാറയ്ക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അതേസമയം ആ ഒരു ഏജന്റ് നമ്മുടെ സാറയെ വിളിച്ചിട്ടാണ് അതെ നിങ്ങൾക്ക് പണം വേണോ വേണ്ടയോ, ഞാനെന്താ നിങ്ങളുടെ ജോലിക്കാരൻ വല്ലാണോ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട്, നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞു നമ്പർ തന്നു, പക്ഷെ അവളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നത് പോലുമില്ല, എന്താ നിങ്ങൾ രണ്ടും കൂടി ചേർന്നിട്ട് എന്നെ കളിയാക്കണോ എന്നെല്ലാം ആ ഒരു ഏജന്റ് ഇങ്ങനെ പറയുന്നതും ലൂസിയാണല്ലോ പറഞ്ഞത് നിനക്ക് വയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഏജന്റിനെ ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാന്ന്, പക്ഷെ ഇതുവരെയും ആ ഒരു ഏജന്റിനെ അവൾ വിളിച്ചിട്ട് പോലുമില്ല. അപ്പോഴേക്കും സാർ ഏജന്റിനോട് പറയും ശരി ശരി ഇപ്പോൾ എനിക്ക് എന്തായാലും സംസാരിക്കാൻ സമയമില്ല, ഞാൻ വേറൊരു ജോലിയിലാണ്, പിന്നീട് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് സാറ് നേരെ ലൂസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശരി നീ പറഞ്ഞതുപോലെ തന്നെ വേറെ ആരോ വീട്ടിലേക്ക് കയറിയിട്ട് ആ ഒരു നായനെ കൊന്ന് കറിയും വെച്ചു, ഓക്കെ ഞാനത് വിശ്വസിച്ചു, ഇതോടെ ഇത് നിർത്താം എന്നിങ്ങനെ പറയുന്നതും അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മയക്കത്തിലുണ്ടായിരുന്ന നമ്മുടെ ഹീറോ കണ്ണു തുറന്നതുകൊണ്ട് പോലീസ് ചീഫും ആ ഒരു അസിസ്റ്റന്റും ഹീറോയോട് പോയി സംസാരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഹീറോ ഒരു മാസത്തിന് മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന നമ്മുടെ സാറ അതുപോലെ ലൂസി ആണെങ്കിൽ ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയ ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു നേഴ്സ് നേരെ സാറിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ലൂസി സംസാരിച്ച കാര്യത്തെ പറ്റി ഒന്നും സംസാരിക്കത്തില്ല, സാധാരണ രീതിയിൽ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ ആരോഗ്യമായിട്ടിരിക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ സാറ ഹോസ്പിറ്റലിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഹീറോയെ കാണുന്നത്. ഹീറോ അവിടേക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ഷോ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോ നടത്തുന്ന ആൾ നമ്മുടെ ഹീറോയ്ക്ക് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ടാണ് ഹീറോ പോകാനായിട്ട് നിൽക്കുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ സാറേനാണെങ്കിൽ ഇപ്പോൾ അറിയുകയും ചെയ്യാം, അതുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോവാന്നും പറഞ്ഞിട്ട് സാറിനെ വന്ന് വിളിക്കുന്നതും അവളും അവനോടൊപ്പം പോവാന്നും പറഞ്ഞ് രണ്ടുപേരും ആ ഒരു ഷോയ്ക്ക് പങ്കെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കാണ് ഷോയിൽ ഒരുപാട് പെൺകുട്ടികൾ പാട്ടെല്ലാം പാടുന്നുണ്ട്. അപ്പോഴേക്കും അതിലൊരു പെൺകുട്ടി മാത്രം പാട്ടൊന്നും പാടാതെ മുഖമല്ല ഒരു വല്ലാത്ത രീതിയിൽ ഒരു വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സാറയ്ക്ക് അവളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. കാരണം ആ ഒരു സമയത്ത് സാറയും അവളുടെ അമ്മയെ ചേർന്നെടുത്ത ആ ഒരു ഫോട്ടോയിൽ സാറ എങ്ങനെയാണോ നിന്നിരുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ഷോ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് സാറയുടെ സംസാരത്തിലൂടെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് അവൾക്ക് ഇതുവരെയും ഇപ്പോൾ ഒരു ജോലിയില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഓ അപ്പോൾ ഇതുവരെയും ജോലിയൊന്നുമില്ല, ശരി നിങ്ങളെ ഞാൻ സഹായിക്കട്ടെ, കാരണം ഞാൻ ചെറിയ രീതിയിലൊരു കമ്പനി നടത്തുന്നുണ്ട്, ഇപ്പോൾ ഞാൻ മാത്രമേ അത് നടത്തുന്നുള്ളൂ, എനിക്ക് സഹായത്തിന് ആരെങ്കിലും വേണം, നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ സാറയ്ക്ക് ആ ഒരു ജോബ് ഓഫറെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് അവിടേക്ക് പെട്ടെന്ന് ആ ഒരു ഇൻഷുറൻസ് ഏജന്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്തായാലും നമ്മുടെ സാറയോട് വന്നിട്ട് അല്ല നിങ്ങളുടെ ഫ്രണ്ട് എന്താ എന്നോട് സംസാരിക്കാത്തേ എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാനായിട്ട് സാറയെ കൊണ്ട് കഴിയത്തില്ല. അതിന് കാരണം എന്താണെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് അവനോട് അധികം ഒന്നും സംസാരിക്കണ്ട എന്നുള്ള രീതിയിൽ സാറ പതിയെ ഹീറോയോട് ബായെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് നടന്ന് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ഷോയിൽ വെച്ച് വിഷമിച്ച് നിന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി ഇപ്പോൾ കുറച്ച് ദൂരെയായിട്ട് താഴേക്ക് വന്ന് വീണിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ കാണുന്നുണ്ട്. അതേസമയം ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഈ ഷോ നടത്തുന്ന അയാളുണ്ടല്ലോ, അയാൾ വന്നിട്ട് അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ പിടിച്ച് നേരെ അകത്തേക്ക് പോകുന്നതും അവളാണെങ്കിലും നമ്മുടെ സാറയെ തന്നെ വിഷമത്തിൽ അങ്ങനെ നോക്കി തന്നെ നടന്നു പോകുന്നു. അങ്ങനെ സാറയാണെങ്കിലും ആ ഒരു പെൺകുട്ടി ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഹീറോ സാറയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ്
സാറ ഇടിക്കാൻ വരുന്നതിന് തൊട്ടു മുന്നേ അവൾ ഇതേപോലെ ഒരു എക്സ്പ്രഷനാണ് കൊടുത്തത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സാറ നിൽക്കുന്നത്. അത് കാണുന്നതും ഹീറോ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും സാറ പറയും ഹേയ് ഒന്നുമില്ല, വെറുതെ നിന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എന്തായാലും മറ്റൊരു പ്രശ്നക്കാരിയുണ്ട്. അകത്തേക്ക് വന്ന് കയറുമ്പോഴത്തേക്ക് തന്നെ അവള് സംസാരിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. രാവിലെ മുതൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ആഹാരം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷെ നീയാണെങ്കിലോ നിനക്ക് ഇഷ്ടപ്പെട്ടവരോട് വെളിയിൽ പോയിട്ട് സംസാരിച്ച് നല്ല സന്തോഷിച്ച് അകത്തേക്ക് കയറി വരുന്നു. ഒരു ബന്ധമില്ലാതെ ഇവളെന്തിനാ ഇപ്പോൾ വെറുതെ വഴക്കുണ്ടാക്കുന്നേ എന്നുള്ള രീതിയിൽ നമ്മുടെ സാറ അധികം ഒന്നും സംസാരിക്കാതെ നേരെ റൂമിനകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നതും ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയോട് ഒരു നേഴ്സ് നല്ല രീതിയിൽ സംസാരിച്ചിരുന്നല്ലോ. ആ ഒരു നേഴ്സ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളെ ഫോളോ ചെയ്ത് ആരോ വരുന്നത് പോലെ. അപ്പോൾ എന്തായാലും ആ ഒരു നേഴ്സിനെ ഫോളോ ചെയ്യുന്നത് ഒരു പെണ്ണാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അവളുടെ മുഖം മാത്രം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരുന്നില്ല. പക്ഷേ ഈ സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു പോലീസ് ചീഫ് ഒരു റൂമിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ചുവപ്പും വെള്ളയും കളറുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു പെണ്ണ് ഓടി പോകുന്ന കണ്ടിരുന്നല്ലോ. അതേ കളറുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ട ഒരു പെണ്ണാണ് ഈ ഒരു പെണ്ണിനെ ഫോളോ ചെയ്ത് വരുന്നത്. അങ്ങനെ ഈ ഒരു നേഴ്സാണെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ മുന്നിൽ പെട്ടെന്നേക്ക് ആ ഒരു പെണ്ണ് വന്ന് ഈ ഒരു നേഴ്സിന്റെ മുഖത്തേക്ക് ആസിഡ് എടുത്തിങ്ങനെ ഒഴിക്കും. അത് മുഖത്തേക്ക് വീഴുന്നതും ഈ ഒരു നേഴ്സാണെങ്കിൽ പടിക്കെട്ടിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ട് തലയെല്ലാം അവിടെ ഇവിടെയെല്ലാം വന്ന് ഇടിച്ച് താഴേക്ക് വന്ന് വീഴുന്നതും ആ സ്പോട്ടിൽ തന്നെ നേഴ്സ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം നമ്മുടെ സാറ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ന്യൂസ് TVയിലൂടെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ അവർ ന്യൂസിലൂടെ പറയുന്നുണ്ട് ചുവപ്പും വെള്ളയും കളറ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു പെണ്ണാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നതും സാറയ്ക്ക് നല്ല പേടിയായി. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇവളോട് നല്ലതുപോലെ സംസാരിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ആർക്കാരും വിശ്വസിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോഴേക്കും ഈ ഒരു കാര്യം കണ്ട നമ്മുടെ ലൂസി ആണെങ്കിൽ ആ പെണ്ണിനെ കൊന്നത് ആരാണെന്ന് ഇവൾക്കറിയാവുന്നതുപോലെ അങ്ങനെ നോക്കിയിട്ട് എഴുന്നേറ്റ് പെട്ടെന്ന് മറ്റൊരു പെണ്ണിന്റെ പേര് പറയാണ്, ഏയ് മാരി, അപ്പോൾ നീയാണല്ലേ ഈ ഒരു കാര്യമെല്ലാം ചെയ്തത്, ഒരു കാരണവശാലും നീ വെറുതെ ഇരിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സാറയോട് അധികം ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് ചെന്ന് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. സാറ ഒരുപാട് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ കേൾക്കുന്നില്ല. ഷടാ ഇവളിപ്പോ എന്താ ഇങ്ങനെ കാണിക്കുന്നേ എന്നും പറഞ്ഞിട്ട് ലൂസി അവിടെ നിന്ന് പോയതും സാറ നേരെ ലൂസിയുടെ റൂമിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ് ഇവിടെ തരുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവളുടെ റൂമിലെ കബോർഡിലെ ചുവപ്പും വെള്ളയും കളറുള്ള ആ ഒരു ഡ്രസ്സ്. എൻ്റെ മോനെ, അപ്പോൾ ഞാൻ താമസിക്കുന്നത് തന്നെ ഒരു സൈക്കോടെ കൂടെയാണോ എന്നുള്ള രീതിയിൽ നമ്മുടെ സാറയാണെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിട്ട് എന്തായാലും ഇവളോടൊപ്പം ഇനി താമസിക്കാൻ കഴിയത്തില്ല, ഇത്രയും നാളെ എനിക്ക് ജോലിയില്ലായിരുന്നു, അതുകൊണ്ടാണ് വേറെ വഴിയില്ലാതെ ലൂസിയോടൊപ്പം താമസിക്കേണ്ടി വന്നത്, അതുകൊണ്ട് ഇനി എന്തായാലും ജോലിക്ക് പോയിട്ട് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മുടെ സാറയാണെങ്കിൽ ഹീറോ നേരത്തെ തന്നെ ഒരു ജോബ് ഓഫർ കൊടുത്തിരുന്നല്ലോ, അതുകൊണ്ട് ഹീറോയുടെ അടുത്ത് പോയി തന്നെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയെ കാണാനായിട്ട് ചെല്ലാണ്. നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ശരി നീ പറഞ്ഞ ആ ഒരു ജോബിന് ഞാൻ നാളെ തന്നെ വരാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ രാത്രിയാണ് വീട്ടിലേക്ക് വരുന്നത്. സാറ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും രാവിലെ പോയ ലൂസി ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. എത്രയൊക്കെ ആയാലും നമ്മുടെ സാറയ്ക്ക് ഇപ്പോഴും നല്ല വിഷമുണ്ട്, നല്ല ബോറടിയും. ഇത്രയും നാളും നല്ല സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന് ലൂസി ഇല്ലാത്തപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ബോറടി സാറയ്ക്കുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ സാറ ജോലിക്കായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ വെളിയിൽ വന്ന് തന്നെ അവളെ വെൽക്കം ചെയ്യുന്നു. അതേസമയം ഹീറോയിന്റെ പുറകിലായിട്ട് എന്തോ ഒന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ കാണുന്നുണ്ട്. അതെന്താണെന്ന് ഹീറോയ്ക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അതേസമയം തന്നെ നമ്മുടെ സാറയും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവളും ആ ഒരു കാര്യം കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് സാറയെ അകത്തേക്ക് കൊണ്ടുവന്ന് അവൾ ചെയ്യേണ്ട ജോലി എന്താണെന്നെല്ലാം അന്നത്തെ ഒരു ദിവസം മുഴുവനായിട്ടും ഹീറോ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും സാറ ഒരു പാലത്തിന് മുകളിലൂടെ നടന്നു വരുമ്പോഴത്തേക്കാണ് 2 ദിവസമായിട്ട് ലൂസിയെ കാണാനില്ല, അവൾ വീട്ടിലേക്കും വന്നിട്ടില്ല. അവൾ ഇപ്പോൾ ഈ പാലത്തിനടിയിലൂടെ നടന്നു പോകുന്നു. അത് കാണുന്നതും ലൂസിയെ ഫോളോ ചെയ്തിട്ട് സാറയും അവളുടെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ ഫോളോ ചെയ്ത് അവസാനം നമ്മുടെ സാറ ചെല്ലുന്നത് ഒരു ബാറിനടുത്തേക്കാണ്. അങ്ങനെ ആ ഒരു ബാറിനകത്തേക്ക് കയറി നോക്കുന്നതും ലൂസി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നേരെ ലൂസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹേ ലൂസി, നിനക്ക് എന്ത് പറ്റി, ഇപ്പോൾ 2 ദിവസമായിട്ട് എന്താ വീട്ടിലേക്ക് വരാത്തെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തായാലും എന്നോട് ക്ഷമിക്കുക, വാ തിരിച്ച് വീട്ടിലേക്ക് വാ എന്നിങ്ങനെ പറയുന്നതും അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാല് സാറയുടെ മുന്നിലിരിക്കുന്ന ലൂസി പെട്ടെന്ന് സാറയോട് പറയും, ഹേയ് കുറെ നേരമായല്ലോ ലൂസി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു, എന്റെ പേര് ലൂസി എന്നൊന്നല്ല, എന്റെ പേര് മാരി എന്നാണ്. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഞാനും നീ പറഞ്ഞ ലൂസിയും ഒരേ റൂമിലാണ് താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ ഇവളിങ്ങനെ പറയുന്നതും സാറ് പറയും, ഹേയ് നീ കളിപ്പിക്കാതെ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം എന്നും പറഞ്ഞിട്ട് പേരെല്ലാം മാറ്റി എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, വാ വീട്ടിലേക്ക് പോവാന്നിങ്ങനെ പറയുന്നതും മാരിക്ക് ഇപ്പോൾ നല്ല ദേഷ്യമായി. എന്നിട്ട് സാറയോട് പറയും, ഞാൻ ഒരുപാട് നേരമായിട്ട് പറയുന്നു എന്റെ പേര് ലൂസി അല്ലാന്ന്, പിന്നെ ലൂസി എന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ എന്തിനാ വരുന്നത് എന്ന് പറഞ്ഞ് സാറയുടെ മുഖത്തേക്ക് ഒരു അടി ഒടിച്ചിട്ട്, ഇത്രയും നാളെ ലൂസി നിന്നോടൊപ്പം താമസിച്ചപ്പോൾ നീ അവളെ വിശ്വസിച്ചില്ല, ഇപ്പൊ അവള് പോയതിനു ശേഷം ഇല്ലാത്ത സ്നേഹം കാണിച്ചിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മാരി അവിടെ നിന്ന് നടന്നു പോവാണ്. ആഹാ ഇതെന്തോന്ന്, ഇതിപ്പോ നമ്മളെ തന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയാണല്ലോ
ശരി, എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് സാറ നേരെ വീട്ടിലേക്ക് വന്ന് എന്തായാലും കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി കുളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം ആ ഒരു ഡോറിന് വെളിയിലായിട്ട് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ ഒരു നിഴൽ കാണുന്നു. ഷെടാ ഇതാരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങനെ ആരെയും കാണാനില്ല. ഇനിയിപ്പോ ലൂസി വല്ലതും വന്നതായിരിക്കോ എന്നും പറഞ്ഞിട്ട് നേരെ ലൂസിയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ചുമരല്ലേ ഞാൻ മാരി ആണെന്നുള്ള രീതിയിൽ രക്തം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. ഇതും കൂടി കാണുന്നതും ഇനി എന്തായാലും ഈ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി നമ്മുടെ സാറ അവളുടെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മുടെ ലൂസിയും സാറയും ഒരുമിച്ച് എഴുതുന്ന ആ ഒരു ഡയറി ഉണ്ടല്ലോ, ആ ഒരു ഡയറി എടുത്ത് നേരെ ഹീറോയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവനോട് ഇവിടെ താമസിക്കേണ്ട സ്ഥലമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ പറ്റി എന്തായാലും ഹീറോയുടെ അവൾ പറയത്തില്ല. എനിക്കും കൂടി താമസിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടെന്ന് ചോദിക്കത്ത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആയാലും മുകളിലത്തെ ആ ഒരു റൂം അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ സാറ ഇവരുടെ ആ ഒരു പേഴ്സണൽ ഡയറി എടുത്തുകൊണ്ട് വന്നിരുന്നല്ലോ, ആ ഒരു ഡയറി എടുത്ത് അതിൽ ലൂസി എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൂസി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ആരോ ഡെയിലി അബ്യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴെല്ലാം അവൾ അവളുടെ പേര് തന്നെ മറന്നുപോകും എന്നുള്ള രീതിയിൽ അവളുടെ ഒരു കഥ ആ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാറ അത് വായിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അതുപോലെ ഒരു കാര്യം നടക്കുന്നത് പോലെ ഒരു ബ്ലറായിട്ട് ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡയറി വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് സാറയെ ആരോ ഒരാളിങ്ങനെ വിളിക്കുകയാണ്. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് സംസാരിക്കുന്നത് ഒരു പെണ്ണാണ്. പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്, ആ മാരിയിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ എന്നല്ല ഇങ്ങനെ പറയുന്നതും. എന്തായാലും സാറയോട് സംസാരിക്കുന്നത് ലൂസിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും സാറ പെട്ടെന്ന് ലൂസിയോട് പറയും, ലൂസി ഇത് നോക്ക്, നീ വിചാരിക്കുന്നത് പോലെ മാരി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഒരിക്കലുമില്ല, അതെല്ലാം നീ ഇമാജിൻ ചെയ്യുന്നതാണ്. ശരി, എന്തായാലും നമുക്ക് നേരിട്ട് സംസാരിക്കാം, നീ ഇപ്പോൾ എവിടെയുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നതും ആ കോൾ അങ്ങ് കട്ട് ചെയ്യുന്നു. ശരി, എന്തൊക്കെയായാലും ലൂസി തന്റെ സുഹൃത്താണ്, അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവളെ സഹായിക്കേണ്ടത് സാറയാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോയോട് പറയാതെ അവനറിയാതെ പതിയെ സാറ ആ ഒരു വീട്ടിൽ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ഹീറോ കാണും. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ സാറയോട് പ്രശ്നങ്ങൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ ആ ഒരു ഡയറി എടുത്തു കൊടുത്ത് കാര്യങ്ങൾ എന്താണെന്ന് ഹീറോയോട് പറയുന്നത്. അപ്പോൾ ഹീറോ പറയും, ഇത്രയുള്ളായിരുന്നു, ഇതിനിപ്പോൾ നീ തനിയെ ശരിയാക്കാൻ നിൽക്കണ്ട, ഞാനും കൂടി നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനോട് കുറച്ചുകൂടി അടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ സാറ ഈ ഓഫീസിലിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആ ഒരു ഇൻഷുറൻസ് ഏജന്റ് വരുന്നത്. അയാൾ വന്ന് നമ്മുടെ സാറയെ കാണുമ്പോൾ തന്നെ അവന് നല്ല ദേഷ്യം, ഇത്രയും നാൾ പണം വേണമെന്ന് പറഞ്ഞിട്ട് അയാളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് അവൻ നേരെ സാറയുടെ അടുത്തേക്ക് വരുന്നത്. അന്ന് ഫോണിലൂടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, നീ പറയുന്നത് നിന്റെ ഫ്രണ്ട് പണം വാങ്ങിക്കാൻ വരുമെന്ന്, അവളെ വിളിച്ചിട്ട് കിട്ടുന്നത് പോലുമില്ല, എനിക്കെൻ്റെ ജോലി തീർക്കണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും നമ്മുടെ ഹീറോ വന്നിട്ട് ഏജന്റിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സാറയോട് പറയും, സാറാ നീ മുകളിലേക്ക് പോയിക്കോ, അവനോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് സാറയെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് ഹീറോ നേരെ ഏജന്റിന്റെ അടുത്തേക്ക് വന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി സാറ ആ ഒരു റൂമിന്റെ മറ്റൊരു വശത്തേക്ക് വന്നിട്ട് അങ്ങനെ അവർ പറയുന്നത് എന്താണെന്ന് ഒളിഞ്ഞിങ്ങനെ കേൾക്കുന്നതും പെട്ടെന്ന് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല ചുവപ്പും വെള്ളയും ഡ്രസ്സ് ഇട്ട ആ ഒരു പെണ്ണുണ്ടല്ലോ നമ്മുടെ നേഴ്സിനെ കൊന്ന ആ ഒരു പെണ്ണിപ്പോൾ നമ്മുടെ സാറയുടെ പുറകിലേക്ക് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ് മാരി, അതുമല്ലാതെ മാരി ലൂസിയും കാണാൻ ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ മാരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാറയോട് അവളുടെ ആ ഒരു ഡയറി എടുക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ഡയറിയും കൊണ്ട് നമ്മുടെ ഹീറോയും ഏജന്റ് പോലും അറിയാതെ സാറേനെ വിളിച്ച് ഇവർ രണ്ടുപേരും ഇതിനു മുന്നേ ഒരു ബാറിൽ വെച്ച് കണ്ടിരുന്നല്ലോ, ആ ഒരു ബാറിലേക്ക് സാറയെ കൊണ്ടിങ്ങനെ പോവാണ്. ഇപ്പോൾ നമ്മുടെ സാറ വിചാരിക്കുന്നത് എന്താണ്, ലൂസിയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നാണ്. ആ ഒരു കാര്യം മാരിക്കും അറിയാവുന്നതുപോലെ അവൾ സാറേ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട്, ശരി നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ലൂസിയെ സഹായിക്കണം, പക്ഷേ നിങ്ങൾ രണ്ടുപേരും പിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചുറ്റിനുണ്ട്. ഉദാഹരണത്തിന് ആ ഒരു ഇൻഷുറൻസ് ഏജന്റ്, അയാളല്ലേ ലൂസിയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഓരോ തെറ്റുകളായിട്ട് നിന്നോട് വിളിച്ച് പറയുന്നത്, അവനോട് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ, എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു കൊടുക്കാം എന്നിങ്ങനെ നമ്മുടെ സാറയോട് പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും വീട്ടിൽ വെച്ചിട്ട് സാറയെ കാണാനില്ലല്ലോ, അതുകൊണ്ട് തന്നെ സാറയുടെ വീട്ടിൽ അവൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഹീറോ നേരെ അവിടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഹീറോ നേരെ വീടിനടുത്തേക്ക് വന്നിട്ട് ബെല്ലടിക്കുമ്പോഴത്തേക്കും ആരും അങ്ങനെ തുറക്കുന്നില്ല. ശരി പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് വീടിനകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആരും ഉള്ളതുപോലെ ജനാല വഴി നോക്കുമ്പോഴത്തേക്കും ആരും നടന്നു പോകുന്നത് പോലെ ഒരു ഷാഡോ ഉണ്ട്. അങ്ങനെ എന്തായാലും അകത്ത് ആരും ഉണ്ടെന്ന് മനസ്സിലാക്കി ഹീറോ പതിയെ ഡോർ തുറന്നിട്ട് അകത്തേക്ക് ചെന്ന് വീട് മുഴുവൻ പരിശോധിക്കുമ്പോഴത്തേക്കും അത്രയും നേരം അകത്ത് ഒളിച്ചിരുന്ന അവളിപ്പോ അവിടെയുള്ള കബോർഡിൽ നിന്ന് ചാടി വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടുകയാണ്. അങ്ങനെ അവൾ ഡോറിനടുത്തേക്ക് വന്നിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് വരുന്നതും ഹീറോ പെട്ടെന്ന് വന്ന് അവളെ ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നു. കുറച്ചു നേരം പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അവൾ ഹീറോയുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് വെളിയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോ നേരെ വെളിയിലേക്ക് വന്നിട്ട് ഇവളെവിടെയാ പോയതെന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ ആ ഏജന്റ് ഇപ്പോൾ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഹീറോ നീ ഇപ്പോൾ എവിടെയുള്ളത്, ശരി നിന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണില്ലേ സാറ, അവളിപ്പോൾ എന്നെ ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാന്നാണ് പറഞ്ഞിരുന്നത്, ഞാൻ എന്തായാലും അവിടേക്ക് പോകാണെന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷന് നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ഏജന്റ് നേരെ ഇപ്പൊ നമ്മുടെ സാറയുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു.
അങ്ങനെ ഏജന്റ് നേരെ അവിടേക്ക് വന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ആരെയും അങ്ങനെ കാണാനില്ല. അപ്പോഴേക്കും ഹേയ് സാറാ, ലൂസി, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നെല്ലാം ചോദിച്ച് അതിനകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവന്റെ കാലില് ആരോ കത്തി കൊണ്ടൊരു ഒറ്റ വിട്ട് അങ്ങനെ കാല് മുറിഞ്ഞ് താഴേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും അതാരാണെന്ന് കാണിക്കുമ്പോൾ മാരി എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവളായിരുന്നു. അവൾ അങ്ങനെ ആ ഒരു കത്തിയും കൊണ്ടുവന്നിട്ട് ഏജന്റിന്റെ ദേഹത്ത് എവിടെയൊക്കെ വെട്ടാൻ കഴിയോ അങ്ങനെ എല്ലാം വെട്ടി ഏജന്റിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവനെ കുത്തി കുത്തി അവിടെ വെച്ച് എന്നെ കൊല്ലുകയും ചെയ്യാണ്. എന്നിട്ട് അവനെയും വലിച്ച് മറ്റൊരു മുറിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതും നമ്മുടെ സാറ നോക്കുമ്പോഴത്തേക്കാണ് ഏജന്റിന്റെ ഫോണ് അവന്റെ പോക്കറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ അത് നമ്മുടെ സാറ എടുത്തിട്ട് കയ്യിൽ വെച്ചിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ഹീറോ ഇപ്പോ സാറയെ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്തു പറ്റിയാലും ഒരിക്കലും നീ ഇവിടേക്ക് വരരുത് എന്നിങ്ങനെ പറയാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ മാരി വന്നിട്ട് സാറയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ വാങ്ങി സാറയെ പോലെ തന്നെ സംസാരിക്കുകയാണ്. എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു, പ്ലീസ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാന്ന് പറഞ്ഞ് ഹീറോയെ ഇവിടേക്ക് വിളിച്ചു വരുത്തും. അപ്പോഴേക്കും സാറ പെട്ടെന്ന് ഹേയ് മാരി, നിനക്കിപ്പോ എന്താ വേണ്ടത്, എന്തിനാ നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നേ എന്റെ ജീവിതത്തിൽ കയറിയിട്ട്, അത് ലൂസി എവിടെ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മാരി പറയും ഹേയ് സാറാ, നീ ഇപ്പോ എന്താ ആദ്യമായിട്ടെല്ലാം നടക്കുന്നത് പോലെ, ഇതിനു മുന്നേ നമ്മൾ ഇതുപോലെയല്ലേ ചെയ്യുന്നത്. ഓ, ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും മറന്നുപോയല്ലേ. അല്ല, നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിന്റെ അമ്മയുടെ ബോയ് ഫ്രണ്ട് നിന്നെ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യം അതെല്ലാം നീ മറന്നുപോയോ എന്ന് മാരി ഇങ്ങനെ ചോദിക്കുന്നതും ഇപ്പൊ മറന്നുപോയൊരു ഫ്ലാഷ് ബാക്ക് സാറ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് സാറ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് സാറയുടെ അമ്മയുടെ ബോയ് ഫ്രണ്ട് അവൻ സാറയെ ഉപദ്രവിക്കുമായിരുന്നു. ശരി, എന്തായാലും ഈ ഒരു കാര്യം അമ്മയോട് പറയാന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മയോട് ചെന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓ അവനല്ലേ, അവൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കുഴപ്പം, ഒരു പ്രശ്നവുമില്ല, മാക്സിമം നീ അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു അമ്മ തന്നെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു അവസരത്തില് ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അയാൾ തൂങ്ങി മരിക്കുകയും ചെയ്തു. എന്താണ് കാരണം എന്നറിയത്തില്ല. പക്ഷെ ഈ ഒരു കാരണം വെച്ചിട്ട് സാറയുടെ അമ്മ അവളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. സാറ കാരണമാണ് അയാൾ മരിച്ചതെന്ന് പറഞ്ഞിട്ട്. അതുമല്ലാതെ നമ്മുടെ സാറയെ അവർ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ നമ്മുടെ സാറയുടെ വീട്ടിൽ മറ്റൊരു പെൺകുട്ടി ഉള്ളതായിട്ടും നമുക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു പെൺകുട്ടിയാണ് റൂംമേറ്റ് ആയിട്ടുള്ള ലൂസി. എപ്പോഴെല്ലാം നമ്മുടെ സാറയ്ക്ക് വിഷമം വരുന്നു അപ്പോഴെല്ലാം ലൂസിയോടാണ് അവളുടെ വിഷമമെല്ലാം അവൾ പറയുന്നത്. അങ്ങനെ സാറയെ എങ്ങനെയെങ്കിലും അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്ന് ചിന്തിച്ച് ലൂസിനെ ഇരിക്കുന്ന സമയത്താണ് മാരി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഇവരെ പരിചയപ്പെടുന്നതും. അതുമല്ലാതെ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയ മാരി നമ്മുടെ സാറയെ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സാറയുടെ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ സാർ ആലോചിച്ച് നോക്കുന്നതും മാരി ഇപ്പോൾ അവളോട് പറയും ഓക്കെ ശരി, ഇപ്പോഴെങ്കിലും നിനക്കെല്ലാം ഓർമ്മ വന്നു, കുട്ടിക്കാലം മുതലേ നമ്മൾ 3 പേര് സുഹൃത്തുക്കളായിരുന്നു, ഒരിക്കലും പിരിഞ്ഞു പോകത്തില്ല എന്ന് വരെ നീ സത്യം ചെയ്തു, എന്നിട്ടിപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മറന്നെന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരെ നിന്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടാനായിട്ടല്ലേ നീ ഇപ്പൊ ശ്രമിക്കുന്നേ എന്നെല്ലാം നമ്മുടെ മാരി സാറയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യം കേട്ടിട്ടും നമ്മുടെ സാറ അതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം അവൾക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ സാറ പറയും നീ പറയുന്നതെല്ലാം കള്ളമാണ്, നീ പറയുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല എന്നെല്ലാം പറയുന്നതും മാരി പെട്ടെന്ന് അവളുടെ തല പിടിച്ച് ഭിത്തിയിലേക്ക് ഒരു ഒറ്റയടി സാറയുടെ ബോധം അവിടെ വെച്ച് തന്നെ പോവുകയും ചെയ്തു. അങ്ങനെ കുറെ കഴിയുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതും ആ ഒരു സമയത്ത് നമ്മുടെ സാറ പെട്ടെന്ന് കണ്ണുറക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ മാരി നേരെ വന്ന് ഒരു കത്തി കൊണ്ട് ഹീറോയെ ഒരു ഒറ്റ കുത്ത്. പക്ഷെ ഇവിടെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ ആ ഒരു 1.5 ട്വിസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവനെ കുത്തിയ മാരിയുടെ മുഖത്തേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് സാറാ നീയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഹീറോ പതിയെ മയങ്ങി താഴേക്ക് വീഴാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് പോലും മനസ്സിലാവാത്ത അവസ്ഥയിൽ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയെ കുത്തിയ മാരി അങ്ങനെ അടുത്തുള്ള കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കണ്ണാടിയിൽ കാണിക്കുന്നത് മാരിയുടെ മുഖമല്ല, അത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള സാറയുടെ മുഖമാണ്. ഇത് കണ്ട് ഹീറോയിനും നല്ല രീതിയിൽ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കാണ്. സത്യത്തിൽ അവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ, ഇപ്പോഴാണ് കുറേച്ചേ അവൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഓർമ്മ വരുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇത്രയും നേരം നല്ല രീതിയിൽ തിളങ്ങി നല്ല അടിപൊളിയായിട്ടിരുന്ന ആ ഒരു ബിൽഡിങ് ഒരു പഴകിയ ബിൽഡിംഗ് പോലെ ഇങ്ങനെ കാണിക്കുന്നു. സത്യത്തിൽ ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു ബിൽഡിംഗ് തന്നെ ഉള്ളത്. സത്യത്തിൽ നമ്മുടെ സാറയ്ക്കാണ് അതുപോലെ തോന്നിയിരുന്നത്. അപ്പൊ ഇത്രയും നേരമായിട്ടും ഒന്നും മനസ്സിലാവാത്ത നമ്മുടെ സാറ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കണ്ണാടിയിലുള്ള മാരിയുടെ രൂപം അങ്ങനെ തിരിഞ്ഞിട്ട് നിനക്ക് ഇപ്പോഴെങ്കിലും വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഇപ്പോഴാണ് നമ്മുടെ സാറയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സാറയ്ക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. ഇവൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാല് അവൾക്ക് സംസാരിക്കാനായിട്ട് ലൂസി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും അവൾക്ക് ആ ഒരു പ്രശ്നം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവളെ സഹായിക്കാനായിട്ട് മാരി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെയും അവൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സത്യത്തില് സാറയുടെ അമ്മയെ കൊന്നത് വേറെ ആരുമല്ല, അവളെ മാരി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ സഹായിക്കുന്നുള്ള രീതിയിൽ നമ്മുടെ സാറ് തന്നെയാണ് അവളുടെ അമ്മയെ കൊന്നിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ സാറയുടെ അമ്മ മരിച്ചതിന് ശേഷം അവളുടെ അമ്മ സേവ് ചെയ്ത് വെച്ച ആ ഒരു പണമെല്ലാം അവൾ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് അവൾക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ആ ഒരു പണം എടുത്ത് അവൾ യൂസ് ചെയ്യും.
അതും ആ ഒരു പണമെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ്. അങ്ങനെ അവൾക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം പണം എടുക്കുന്നത് പോലെ ഒരു ദിവസം ഇവിടേക്ക് വന്ന് പണം എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ഹീറോ കാർ കൊണ്ടുവന്ന് ഇവളെ ഇടിച്ച് ആക്സിഡന്റ് ചെയ്തത്. ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം നമ്മുടെ സാറയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോയിട്ടുണ്ടെങ്കിലും അവളുടെ ആ ഒരു അസുഖം അതൊരിക്കലും മാറിയിട്ടില്ലായിരുന്നു. സത്യത്തിൽ ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണല്ലോ ലൂസിനെ അവൾ പരിചയപ്പെട്ടത്. സത്യത്തിൽ അതെല്ലാം നമ്മുടെ സാറ ഇമാജിൻ ചെയ്ത കാര്യങ്ങളാണ്. അവൾക്ക് എപ്പോഴെല്ലാം വിഷമം വരുന്നു ആ ഒരു സമയത്ത് ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് മാരിയായിട്ട് മാറുമല്ലോ. സത്യത്തിൽ ആ ഒരു 2 ക്യാരക്ടറിനെയും ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സാറ് തന്നെയാണ്. അപ്പോൾ അവർ നായനെ കൊന്നത് മുതൽ അവസാനം ഈ ഒരു ഏജന്റിനെ കൊന്നത് വരെയും എല്ലാ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ സാറ് തന്നെയാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സാറ് അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പോൾ മാരി തന്നെ കത്തി കൊണ്ട് കുത്തുന്നത് പോലെ അവൾ തന്നെ ആ ഒരു കത്തിയെടുത്ത് അവളുടെ വയറിലേക്ക് കുത്തുന്നതും അവളുടെയും ബോധം പോയി നേരെ താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് പിന്നീട് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടതുപോലെ ആ ഒരു പോലീസുകാർ ഇവിടേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ സത്യങ്ങളും അതേപോലെ തന്നെ ആ ഒരു പോലീസിന് മനസ്സിലായി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇല്ല. ഇപ്പോഴും മനസ്സിലാവാത്ത മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാറ യൂസ് ചെയ്യുന്ന ആ ഒരു ഡയറി ഉണ്ടല്ലോ, സാറ, ലൂസി, മാരി, ഇങ്ങനെ 3 ക്യാരക്ടറിലാണ് സാറ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പേഴ്സണാലിറ്റിയിലും സാറ ആ ഒരു ഡയറി എഴുതുമ്പോഴത്തേക്കും 3 കൈശ്വരങ്ങളാണ് ആ ഒരു ഡയറിയിൽ ഉള്ളത്. അത് ഓക്കെ, പക്ഷേ 4മതായിട്ട് ആ ഒരു ഡയറിയിൽ ഒരു കൈശ്വരമുണ്ട്. അത് ആരുടേതാണെന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഹീറോ നേരെ സാറയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് സാറ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ അമ്മയെ ചേർന്നെടുത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോ ഹീറോ അങ്ങനെ എടുക്കുന്നു. അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലാവുന്നത്. ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഒരു ദിവസം ഹീറോ സാറെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീടിനകത്ത് ആരും ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും കബോർഡിൽ നിന്ന് ഒരു പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങി ഓടുമല്ലോ. അതുമല്ല ആ ഒരു പെണ്ണാണെങ്കിൽ ഡോറിന്റെ ഭാഗത്ത് വെച്ച് അവളുടെ കൈയിലും കയറി പിടിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോ പിടിക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിന്റെ കൈ നമ്മുടെ ഹീറോയുടെ കൈക്കുള്ളിൽ തന്നെ ഒതുങ്ങുമായിരുന്നു. കാരണം അതൊരു ചെറിയ കൈയാണ്. സത്യത്തിൽ മാരി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിലുള്ളതും നമ്മുടെ സാറ് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് സാറുടെ കൈയാണെങ്കിൽ ഒരിക്കലും അവന്റെ കയ്യിൽ ഒതുങ്ങത്തില്ല. കാരണം സാറെ അവനെ കൊത്തുന്ന സമയത്തും അവൻ അവളുടെ കയ്യിൽ പിടിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് അവന്റെ കയ്യിൽ സാറയുടെ കൈ ഒതുങ്ങത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ വെച്ച് പിടിച്ചത് ഒരിക്കലും സാറയല്ല എന്നുള്ള കാര്യം ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ അതാരായിരിക്കും എന്ന് ഹീറോ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തല്ലോ. ആ ഒരു ഫോട്ടോയുടെ അടിയിൽ തന്നെ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. അത് സിസ്റ്റത്തിലേക്ക് ഇട്ട് അതിങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. ഇടയിൽ വെച്ചിട്ട് നമ്മുടെ സാറ ഒരു സ്കൂൾ പെണ്ണ് വിഷമിച്ചിരിക്കുന്നത് കണ്ടിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു പെണ്ണിനെ ആ ഒരു പ്രോഗ്രാം നടത്തിയ അയാളുണ്ടല്ലോ, അയാളാണെങ്കിൽ ഈ ഒരു പെണ്ണിനെ ഉപദ്രവിക്കുമായിരുന്നു. ആ ഒരു കാര്യം അയാൾ അറിയാതെ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഫോണിൽ റെക്കോർഡിങ് ചെയ്തു. അങ്ങനെ ആ ഒരു വീഡിയോ ആണ് നമ്മുടെ ഹീറോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പെണ്ണിന്റെ അതുപോലെ മുഖം കാണുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണം. ഒരു സീനില് നമ്മുടെ സാറ അവന്റെ ഓഫീസിലേക്ക് ജോലിക്കായിട്ട് വരുമ്പോഴത്തേക്കും അവൻ എന്തോ ഒരു കാര്യം സാറയുടെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ സാറയും തിരിഞ്ഞിങ്ങനെ നോക്കുമല്ലോ. ഹീറോ ഇപ്പോൾ വീഡിയോയിൽ കണ്ട ആ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. സത്യത്തിലെ ഇവരുടെ പുറകില് അവരന്ന് കണ്ടത് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്ന അതേ പെൺകുട്ടിയെ തന്നെയായിരുന്നു. സത്യത്തിൽ അന്ന് ആ ഒരു പെൺകുട്ടി സാറയുടെ പുറകിൽ നിന്ന് അവളെ മാരി എന്നിങ്ങനെ വിളിച്ചു. അതുകൊണ്ടാണ് സാറയാണെങ്കിലും അവളെ ഒരുപാട് നേരം അങ്ങനെ നോക്കി നിന്നത്. അപ്പോൾ ഒരു ബന്ധവുമില്ലാതെ ആ ഒരു പെൺകുട്ടി എന്തായാലും സാറയെ മാരി എന്ന് വിളിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ തന്നെ അറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടിക്കും നമ്മുടെ സാറ അനുഭവിച്ചതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ആ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ആ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ അത് പറയാനോ ആരുമില്ല, അവളെ സഹായിക്കാനോ ആരുമില്ല. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സാറ തന്നെ അവളെ കൂടെ ചേർക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ സാറയുടെ ആ ഒരു പേഴ്സണൽ ഡയറി ഉണ്ടല്ലോ, ആ ഒരു ഡയറിയിൽ നിനക്ക് എന്തൊക്കെ വിഷമമുണ്ടോ അതെല്ലാം നീ ഒരു ഡയറിയിൽ എഴുതെന്ന് പറഞ്ഞ് ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും. അതനുസരിച്ചാണ് ആ ഒരു പെൺകുട്ടി അവളുടെ വിഷമങ്ങളെല്ലാം ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഡയറിയിൽ 4മത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൈയക്ഷരം ആ ഒരു പോലീസുകാരും കണ്ടത്. ഇത്രയും ചെയ്യുന്നതല്ലാതെ സാറ മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള മാരി എന്ന് പറഞ്ഞ അതേ ഒരു ക്യാരക്ടറിനെ ഈ ഒരു പെൺകുട്ടിയിലും കൊണ്ടുവരണം. അങ്ങനെ അവളും അവളുടെ ഉള്ളിൽ മറ്റൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഭാവിയിൽ അവൾക്കത് ഉപകരിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയോട് പറയും, ഇനി മുതൽ നിന്റെ പേര് നീ മാരി എന്ന് മാറ്റിക്കോ. അതുമല്ലാതെ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സ് വിട്ടിട്ട് അവരെ നീ പോയി കൊല്ലണം എന്നുള്ള രീതിയിൽ നമ്മുടെ സാറയുടെ ഉള്ളിലുള്ള മാരി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഈ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ തന്നെ ഈ ഒരു പെൺകുട്ടിയോട് സാറ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു പെൺകുട്ടീനെയും ഹീറോയിനെ പോലെ തന്നെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു പെൺകുട്ടി അതേപോലെ റെഡ് ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സ് വിട്ടിട്ട് അവളെ ഉപദ്രവിച്ച ആ ഒരുത്തനുണ്ടല്ലോ അവനെ കൊല്ലാനായിട്ട് ഒരു കത്തിയെടുത്ത് അങ്ങനെ ഓടി ചെല്ലുന്നതും കുത്താനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സാറ ഓടി വന്നിട്ട് അവളെ അങ്ങ് പിടിച്ചു മാറ്റുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ നിന്നും ബോധം വന്ന നമ്മുടെ സാറയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ട്
തൻ്റെ ഉള്ളിലുള്ള മാരി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, അതേപോലെ തന്നെ ലൂസി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഒരിക്കലും മാറാൻ പാടില്ല. താൻ ചെയ്ത പോലെ ഒരു തെറ്റും ഈ ഒരു പെൺകുട്ടി ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ സാറയാണ് ഓടി വന്നിട്ട് ഇപ്പോൾ ഇവളെ തടയുന്നത്. അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ ഹീറോ, അതേപോലെ തന്നെ പോലീസ്, ഇവരെല്ലാവരും വന്നിട്ട് സാറയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇവൾക്ക് ഇതേപോലെ മാനസികമായിട്ടുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവളെ ജയിലിടാൻ കഴിയത്തില്ല. ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണ് സാറയെ കൊണ്ടുപോയി ഇടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം നമ്മുടെ ഹീറോ സാറയെ കാണാനായിട്ട് വരുന്നത്. എന്നിട്ടാണ് ഇതുവരെ അവളോട് പറയാത്തൊരു കാര്യം അവളോട് ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സാറയെ കാർ കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം ഹീറോ ആലോചിച്ച് നോക്കുമല്ലോ. എപ്പോഴെല്ലാം നമ്മുടെ സാറ അവളുടെ ഉള്ളിലുള്ള 2 ക്യാരക്ടറുകളെയും വെളിയിലേക്ക് കൊണ്ടുവരുന്നു, അപ്പോഴെല്ലാം അവളുടെ മുഖത്തിന് ആ ഒരു ക്യാരക്ടർ കൊടുക്കുന്ന റിയാക്ഷൻ ആയിരിക്കും. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയ്ക്കും അത് മനസ്സിലായത്. അതിന് കാരണം ഹീറോ സാറയെ ഇടിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ 3 വിധത്തിലുള്ള റിയാക്ഷനാണ് ആ ഒരു സമയത്ത് കൊടുത്തിരുന്നത്. ആ ഒരു കാര്യവും ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിനോട് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ മൂവിയുടെ അവസാനം ആകുമ്പോഴത്തേക്കെങ്കിലും ഹീറോയിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം സാറ ഹീറോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അടുത്തുണ്ടായിരുന്ന ആ ഒരു നേഴ്സിനെ, ലൂസിയെ പോലെ തന്നെ സാറ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലൂസി, മാരി, ഈ 2 ക്യാരക്ടറുകളും നമ്മുടെ സാറയെ വിട്ട് ഒരിക്കലും പോകത്തില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.